അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് പരിശുദ്ധ മക്കയിൽ വെച്ചുകൊണ്ട് നമ്മുടെ സമസ്തയുടെ നേതാവും ഇഷ്ക് മജ്ലിസ് പ്രഭാഷകനുമായ അവതാരകനുമായ ദേശമംഗലം ബഷീർ ഫൈസി ഉസ്താദുമായിട്ട് ഒരഭിമുഖത്തിന് ഒരുങ്ങുകയാണ്. ഉസ്താദെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളത്തിലെ ആധികാരിക പരമോന്നത പണ്ഡിത സഭയാണല്ലോ. കേരള മുസ്ലിമീങ്ങളുടെ ഏതൊരു വിഷയങ്ങളിലും സമസ്തയുടെ സ്റ്റേറ്റ്മെൻ്റാണ് എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. സമസ്ത എന്താണ്, എന്തിനാണ് രൂപീകരിച്ചത് എന്നൊന്ന് ഉസ്താദ് വിശദീകരിച്ചാലോ? മാഷാ അല്ലാഹ്, ഗഫൂർ ഫൈസി ഉസ്താദുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മക്കയിലാണുള്ളത്. സമസ്ത സെഞ്ചുറി 100 ആണ്ടിലേക്ക് അടുക്കുകയാണ്. സമസ്തയുടെ രൂപീകരണം എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഖിലാഫത്തുർ റാഷിദ, അതിനുശേഷം താബീങ്ങൾ, നൂറ്റാണ്ടുകളോളം അവിരാമം അനസ്യൂതം ഭൂഖണ്ഡങ്ങളെ അതിജയിച്ചുകൊണ്ട് ഇസ്ലാം ജൈത്രയാത്ര നടത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയിലുണ്ട്, ഇങ്ങനെയുണ്ട്: അല്ലാഹുമ്മ ബാരിക് ഫി യമനിന വ ഷാമിന. അള്ളാഹുവെ, യമനിലും ഷാമിലും നീ ബർക്കത്ത് ചെയ്യണമേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉള്ളപ്പോഴാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അന്ന് പ്രവിശാലമായ ഷാം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഏരിയ അല്ല, പ്രവിശാലമായ കുറേ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നിന് പറഞ്ഞ പേരാണ് ഷാം. അപ്പോൾ മദീന അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രദേശങ്ങൾ അതിലില്ല, നജിദ്, ദമാമൊന്നും അതിലില്ല, പക്ഷെ മദീനയുണ്ട് ഷാം എന്ന് പറയുമ്പോൾ. അതുപോലെ യമൻ, നമുക്ക് പിൽക്കാല ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മദീനയും യമനും പ്രസരിപ്പിച്ച വൈജ്ഞാനിക വിപ്ലവമാണ് ലോകത്ത് ഇസ്ലാമിൻ്റെ വൈജയന്തി പറപ്പിച്ചത്. അപ്പം യമനിൽ നിന്ന് ധാരാളം സയ്യിദ് വംശങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചാരം ചെയ്തിട്ടുണ്ട്. എല്ലാ കബീലകളും യമന ആസ്ഥാനമായിട്ടാണ് കടന്നുപോയിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയുണ്ടല്ലോ, രണ്ടും യമനിയാണ്. നമ്മളെ ഷംസുലുലമൊക്കെ യമനിയാണ്. നമ്മളെ തെരീമിൽ നിന്നാണ്, യമനിലെ തെരീമിൽ നിന്നാണ് കുത്തുബുസ്സമാൻ ചെയ്ത അലവി മമ്പറും തങ്ങൾ വന്നത്. പാണക്കാട് സാദാത്യങ്ങളും ജമലില്ലി സാദാത്യങ്ങളും ബുഖാരി കബീലകളും. ബുഖാരി കബീലകൾ സോവിയറ്റ് റഷ്യയിൽ നിന്നാണ്. പക്ഷെ സയ്യിദ് അഹമ്മദ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിലെ ഒരു സയ്യിദ്, അവരുടെ പേരക്കുട്ടികളാണ് ബുഖാറയിലേക്ക് പോയത്. നമ്മുടെ സമസ്തയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ, അവർ ജിഫ്രി കബീലയാണല്ലോ. അതെ, അതിലേക്ക് വരുന്നത്. അതുപോലെ നമ്മുടെ കോഴിക്കോട് ഖാദി ജമലുൽ തങ്ങൾ, അവരുടെ കബീല. സമസ്തയിൽ തന്നെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സയ്യിദ് ഹാമിദ് കോയമ തങ്ങൾ, അവരുടെ കബീല ബുഖാരി. അങ്ങനെ എല്ലാ കബീലകളും, എല്ലാം വേണ്ടി പറയാൻ സമയമില്ല. അതൊക്കെ യമൻ ആസ്ഥാനമായിട്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത്. ഈ ജമലുൽ ഇന്തോനേഷ്യയിലെ കച്ചിൽ നിന്നാണ്. പക്ഷെ അതും ഈ യമനിൽ നിന്ന് പോയവരാണ് അവരുടെ പരമ്പര. ചുരുക്കത്തിൽ യമൻ. ഇപ്പൊ ഇനി മഖ്ദൂമിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വംശപരമ്പരയിലാണ് എത്തിച്ചേരുന്നത്. തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് അവർ വന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കുടുംബം. അവിടെ നിന്നാണ് സയ്യിദ് അലി മാബറിന്റെ കൂടെ പൊന്നാനിയിൽ എത്തുന്നത്, കൊച്ചിയിൽ പോകുന്നത്. അവിടെ നിന്നാണ് പൊന്നാനി വരുന്നത്. അപ്പോൾ നോക്കൂ, ഇതൊരു ചരിത്രമാണ്. മദീന, യമൻ, അതാണ് ലോകത്ത് മുഴുവൻ ഇസ്ലാമിക പ്രചരണങ്ങൾ നിർവഹിച്ചത്. ആ കാലഘട്ടം അങ്ങനെ തുടർന്നു. പിന്നെ അബ്ബാസിയ, ഉസ്മാനിയ ഒക്കെ സൽത്തനത്തുകൾ ലോകത്തുണ്ടായി. ഏറ്റവും അവസാനം തുർക്കി ഖിലാഫത്ത് ഉണ്ടായി. തുർക്കി ഖിലാഫത്തിൻ്റെ പതനം 1-ാം ലോക മഹായുദ്ധത്തോടുകൂടി ആരംഭിച്ചു. കാരണം തുർക്കി നിന്നത് ഫ്രഞ്ചിൻ്റെ ഭാഗത്താണ്, ബ്രിട്ടനാണ് ഒരു ഭാഗത്തുള്ളത്. ഖിലാഫത്ത് പൊളിഞ്ഞു. അങ്ങനെ ആ ഒരു സാഹചര്യം, അത് 1920കളിലേക്ക് എത്തുമ്പോൾ സൗദി അറേബ്യയിൽ നജിദ് ആസ്ഥാനമായിട്ട് ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഇങ്ങനെ ഉണ്ട്. യമനും ഷാമിലും പ്രാർത്ഥന പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഫി നജിദിന യാ റസൂലല്ലാഹ്, നജിദിന് വേണ്ടി പ്രാർത്ഥിക്കണേ. റസൂൽ ഒന്നും മിണ്ടിയില്ല. 2-3 തവണ അദ്ദേഹം പറയുന്നുണ്ട്, ഫി നജിദിന,
ഞങ്ങൾ നജിദിന് വേണ്ടി പ്രാർത്ഥിച്ചു. റസൂൽ പ്രാർത്ഥിച്ചു. 4-ാമത്താണ് റസൂൽ പറഞ്ഞു ഫീഹി അൽ ഫിത്തൻ, അവിടെയാണ് ഫിത്തനയുള്ളത്. കർണു ശൈത്താൻ, അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിശാചിന്റെ ആധിപത്യം അവിടെയാണ്. അത് ഈ ആധുനിക സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ സിറ്റിയായ റിയാദിന്റെ അടുത്തുള്ള ഉയൈന പ്രദേശത്താണ് നജിദ് ഉള്ളത്. അവിടെയാണ് ഇബ്നു അബ്ദുൽ വഹാബ് വരുന്നത്. ചുരുക്കത്തിൽ നമ്മൾ സമസ്ത എന്തിനു രൂപീകരിച്ചെന്ന് ഉസ്താദ് ചോദിച്ചത്, അതിന് ചരിത്രപരമായ ഒരു മറുപടി കേവലം ഒരു സംഘടന ഉണ്ടാക്കി സെക്രട്ടറി പ്രസിഡന്റ് ആയതല്ല. ഈ ഇബ്നു അബ്ദുൽ വഹാബിന്റെ കാലത്ത് സൗദി അറേബ്യയിലൊക്കെ വ്യാപകമായ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രൂഫിനെ ചരിത്രപരമായി തകർത്തു. നമ്മളിപ്പോ ഈ യാത്രയിൽ ഏകദേശം ഒരു 1300 ഹിജറ 1300 വർഷക്കാലം അല്ലെ, ഏകദേശം 1300 വരെ നിലനിന്നിട്ടുണ്ടെന്ന് പറയാം. അതിനുശേഷമാണ് ഇയാൾ വരുന്നത്. ഇവര് വന്നതിന് ശേഷം തകർത്ത് കളഞ്ഞു. നമ്മളിപ്പോ ബക്കയിൽ പോയ അതിന്റെ ഉത്ഭവം നജിദിൽ നിന്നാണ്. റസൂലുള്ളാഹിന്റെ ആ പ്രാർത്ഥന നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കും. അപ്പൊ നമ്മള് ബക്കയിൽ പോയപ്പോ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മക്ബറ നല്ല കുബ്ബ ഉണ്ടായിരുന്നു. അത് അവിടുത്തെ തന്നെ എല്ലാ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഉസ്മാൻ ബിൻ മലൂന്റെ ഖബർ, പിന്നെ ഒരാൾക്ക് ചാടിക്കിടക്കാൻ ഹൈജമ്പുകാരുടെ ചാട്ടക്കാർ ഞങ്ങളുടെ ഇന്ന വസബത്തൻ അല്ലദീ യസിബു ഖബർ ഉസ്മാൻ ബിൻ മലൂൻ എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം സ്വഹാബത്ത് വിവരിക്കുന്നത്. അപ്പോൾ അതിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി പറയുന്നത് ലിർത്തിഫാഇഹി, ആ ഖബർ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ തകർത്തു. തകർത്തു. അപ്പൊ ഇത് ഇസ്ലാമിന്റെ ഒരു പാരമ്പര്യത്തെ നിഷേധിക്കുന്ന ഒരു സംവിധാനം സൗദി അറേബ്യയിൽ നിന്ന് തന്നെ വന്നു. ഈ ബ്രിട്ടീഷുകാരനായ ഹംഫർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണുന്നത് അയാൾ ഖുർആനും ഹദീസൊക്കെ പഠിച്ച ആളായിരുന്നു. പക്ഷെ ഇസ്ലാമിന്റെ ഈ ആശയത്തെ തകർക്കാൻ വേണ്ടി, ആശയപരമായി തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. ഈ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഈ സന്ദേശം ലോകത്ത് മുഴുവൻ പ്രസരിക്കുന്നുണ്ട് പിന്നീട്. അപ്പൊ തുർക്കി ഖിലാഫത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇത്തരം ചിന്തകൾ കേരളത്തിൽ എത്തുന്നുണ്ട്. അത് ദൗർഭാഗ്യവശാൽ എന്റെ ജില്ലയിലാണ് സമാരംഭം കുറിച്ചത്, കൊടുങ്ങല്ലൂരിൽ. അവിടെ ചില തയ്യിൽ മുഹമ്മദ് മൗലവി എന്നാണ് കൊടുങ്ങല്ലൂർക്കാരനാണോ ഈ വഹാബി പ്രസ്ഥാനം കേരളത്തിൽ രൂപീകരിച്ച കെ എം മൗലവി എന്ന് പറയുന്നത്, അഥവാ തയ്യിൽ മുഹമ്മദ്, സാക്ഷാൽ തയ്യിൽ മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന സാക്ഷാൽ കെ എം മൗലവി, അത് കൊടുങ്ങല്ലൂർക്കാരനാണോ? കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടുകയാണ്. അപ്പോൾ ഞങ്ങളുടെ തെക്കൻ ജില്ലയിലേക്ക് സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുന്ന സമയത്ത് തെക്കൻ ജില്ലയിലേക്ക് ഒളിച്ചോടിയ അവിടെ വക്ക അബ്ദുൽ ഖാദർ മൗലവി എന്ന ആളുണ്ടായിരുന്നു. അതവിടെ തന്നെയാണ്. അയാൾ ഈ വിദേശ മാഗസിൻ വക്ക മൗലവി വക്ക അബ്ദുൽ ഖാദർ മൗലവി വ്യത്യാസം കിട്ടും. രണ്ടാണ്. ഈ സ്വദേശാഭിമാനി എന്ന് പറഞ്ഞിട്ടൊരു പത്രം അയാളെ. അപ്പൊ അയാൾ ഈ വിദേശ മാഗസിൻസ് ഒക്കെ വായിച്ചു. അങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു വിഭാഗീയ ചിന്താഗതി, ഉൽപ്പതിഷ്ണു ചിന്താഗതി എന്ന് വേണമെങ്കിൽ പറയാം, ചിന്താഗതി പടർന്നപ്പോൾ 1920കളുടെ തുടക്കത്തിലൊക്കെയാണ്. അത് കേരളത്തിന്റെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിർമ്മിതിയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഉസ്താദ് ചോദിച്ച ചോദ്യത്തിൽ ഉത്തരം അതാണ്. സമസ്ത അങ്ങനെ ചരിത്രപരമായി ഇപ്പൊ ഏത് ഒരു സംഘടനയാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഒരു ലെറ്റർ ബോർഡും ചെറിയ ഓഫീസും 10 ആളും കൂടി ഒരു സംഘടന ഉണ്ടാക്കും. സമസ്ത അങ്ങനെ ഉണ്ടാക്കിയതല്ല. അപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ മൗലികമായ സമസ്തയുടെ ലക്ഷ്യം സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കുകയും അതിനെതിരെ വരുന്ന ചിന്താഗതികളെ പ്രതിരോധിക്കുകയും ചെയ്യാം. സമസ്തയുടെ മിഷൻ അങ്ങനെയാണ്. അതിന്റെ ഭരണഘടന ആദ്യത്തെ 5 കാര്യങ്ങളിൽ അതുണ്ട്. അതായത് സമസ്തയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ബിദ്അത്തിനെ ഡിഫൻസ് ചെയ്യുക, പ്രതിരോധിക്കുക. പിന്നെ സമൂഹത്തിന് ആവശ്യമായ ഈമാനികമായ ഇതിനെ പ്രതിരോധിക്കുക, പ്രചരിപ്പിക്കുക ജനാധിപത്യമായ രീതിയിൽ തന്നെ. അതോടൊപ്പം ഇതിനാവശ്യമായ മതഭൗതിക വിദ്യാഭ്യാസങ്ങളെ ഈ ലക്ഷ്യം സമസ്ത എക്കാലത്തും കീപ്പ് ചെയ്ത് വന്നിട്ടില്ലേ? അക്കാലം മുതൽ, അതായത് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിച്ച് അന്ന് ആ മുഷാവറയില് പറവണ്ണ ഉസ്താദ്, അബ്ദുൽ വാരി മുസ്ലിയാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, അങ്ങനത്തെ അഗ്രേസ്യരായ കന്യത്ത് ഉസ്താദ് പോലും, എൻ്റെ തൊട്ടടുത്താണ് കന്യത്ത് ഉസ്താദ്, സമസ്തയുടെ റഈസുൽ മുഹഖിഖ് കന്യത്ത് ഉസ്താദ് അടക്കം അന്ന് ആ രൂപീകരിക്കുന്ന കാലത്ത് കോഴിക്കോട് ടൗൺ ഹാളിൽ അഭിമാനം പറയട്ടെ, ചരിത്രത്തിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സംഭവമായിരുന്നു. ആദ്യത്തെ മുഷാവറയിൽ തൃശ്ശൂർ ജില്ലയിലെ വെട്ടിക്കാട്ടിയിലെ അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ സമീപകാലത്താണ് അതിന്റെ ഒരു ചരിത്രരേഖ കിട്ടിയത്. ഇന്നിപ്പോ തൃശ്ശൂർ ജില്ലയില് നമ്മുടെ സംസ്ഥാന മുഷാവറ മെമ്പറുണ്ടല്ലോ, നെല്ലായ തൃശ്ശൂർ ജില്ലയാണോ? അല്ല, പാലക്കാടാണ്. ഞങ്ങളുടെ ജില്ലയിൽ നിന്നുള്ളത് ഒന്ന് അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പട്ടിക്കാടത്തെ ജീവിച്ചിരിക്കുന്ന ആളാണ്. അതെ, ആദ്യത്തെ ഫൈസി ബിരുദധാരിയാണ്. പിന്നെ അബ്ദുസലാം ബാക്കവി. ഇത് രണ്ടുമാണ് ഇപ്പോ നമ്മൾ സംസാരിക്കുന്ന ഈ സമയം. പിന്നെ അങ്ങ് നമ്മളെ കേരളത്തിലെ പ്രഭാഷണ മേഖലകളിലും സംഘടനാ മേഖലകളിലൊക്കെ ഉണ്ട്. പിന്നെ ഇന്നിപ്പോ സമസ്തയിൽ എന്താണ് തങ്ങൾ അങ്ങ് വഹിക്കുന്ന സ്ഥാനം എന്താണ്? തൃശ്ശൂർ ജില്ലയിലാണല്ലോ ഞാന്
സംസ്ഥാന തൃശ്ശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറിയാണ്. SKSFന്റെ സ്റ്റേറ്റ് ഖജാൻജി, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഉള്ള സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സമസ്തയുടെ ലക്ഷ്യത്തിൽ നിന്ന് ഈ കാലം വരെ ഇപ്പോ 100ാം വാർഷികത്തിലേക്ക് കടക്കുകയാണല്ലോ. ഈ ലക്ഷ്യത്തിൽ നിന്ന് സമസ്ത ഇതുവരെ എന്തായിട്ടുള്ള വ്യതിചലിച്ചിട്ടില്ല. അത് അതിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ, അതായത് പുസ്തകത്തിന്റെ ചോദ്യത്തോട് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാൻ പറയും. 100 വർഷം എന്ന് പറയുന്നത് ഒരു സാമൂഹിക നിരീക്ഷണ പ്രകാരം ഒരു പ്രസ്ഥാനം അവസാനിക്കേണ്ട കാലഗണനയാണ്. അതിജീവിക്കാൻ കഴിയില്ല 100 കൊല്ലമൊക്കെ. അങ്ങനെയാണ് പിന്നെ മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിജീവിക്കണേ അപ്ഡേറ്റ് ചെയ്യണം പുതിയ പുതിയ ആശയങ്ങൾ. സമസ്ത അതിന്റെ ബേസിക് റൂള് മാറ്റിയിട്ടില്ല. ആ ഭരണഘടന അതേപോലെ തുടരുകയാണ്. പക്ഷെ പ്രാക്ടിക്കലായ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ അന്നത്തെ ഒരു വിദ്യാഭ്യാസ രീതിയല്ല ഇപ്പം ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് മാറി. അടിസ്ഥാനപരമായി സുന്നത്ത് ജമാഅത്ത് എന്ന ആദർശത്തിൽ ഒരിക്കലും വെള്ളം ചേർക്കാതെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാതെ 100 വർഷം പിന്നിട്ടു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. അതേസമയം കാലാനുസൃതമായ മാറ്റങ്ങൾ ആശയത്തിലല്ല, സംഘടനകളൊക്കെ അതിജീവിക്കുക എങ്ങനെ അവരുടെ നിലപാട് മാറ്റി ഭരണഘടന തിരുത്തി അങ്ങനെ പോവാണ്. സമസ്ത ഭരണഘടന തിരുത്തിയിട്ടില്ല, പക്ഷെ പ്രാക്ടിക്കലായ മാറ്റങ്ങൾ ഇപ്പോൾ മാറിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മളിപ്പോ സംഘടന പോട്ടെ, മതങ്ങൾ തന്നെ ഇപ്പോ കമ്മ്യൂണിസം ഇപ്പൊ ലെനിൻ, കാറൽ മാർക്സ്, എംഗൽസ് പോലെയുള്ള ആളുകളാണ് ഇതിന്റെ ആചാര്യന്മാർ. അവരുടെ ആസ്ഥാന കേന്ദ്രത്തിൽ പോലും, സോവിയറ്റ് റഷ്യയിൽ പോലും ഇന്ന് അവരുടെ അപ്പോസ്തലന്മാരുടെ അതിന്റെ സ്ഥാപക നേതാക്കന്മാരുടെ കൽപ്രതിമകൾ നടുറോട്ടിലിട്ട് തച്ച് തകർക്കുകയാണ്. അതായത് പറഞ്ഞ ഒന്നുകൂടി അഡോൺ ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ നമ്മൾ വാർത്തകൾ കാണുന്നത് നേപ്പാളിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ്. പക്ഷെ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് റോട്ടിലൂടെ തല്ലി ഓടിച്ച് ഒരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്ന വേളയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ അവരൊക്കെ അപ്ഡേറ്റ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുക, അതായത് നിലനിൽപ്പിനെ ഭയന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മതങ്ങളും ഇസങ്ങളും പ്രസ്ഥാനങ്ങളും സംഘടനകളും. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാന്ന് എംഗൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചു നോക്കൂ, അങ്ങനെ പറയോ? ഇപ്പൊ കേരളത്തില് സംസ്ഥാന സർക്കാർ ശബരിമലയുടെ ഭക്ത സംഗമം നടത്താൻ പോവാണ്. അല്ല, അവിടെ ഒരു ചോദ്യം ഉത്ഭവിക്കുന്നത് എന്താ വെച്ചാല്, സമസ്തക്ക് പ്രത്യേകമായ രാഷ്ട്രീയ നയമുണ്ടോ, അല്ലെങ്കിൽ സമസ്തയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടോ? സമസ്തയുടെ പ്രഖ്യാപിതമായ സമസ്ത ഒരു സ്പിരിച്വൽ മൂവ്മെന്റ് അല്ലേ, ഒരു ആത്മീയ സംഘടനയാണ്. രാഷ്ട്രീയത്തിൽ ഇന്ന സംഘടനയോട് പ്രത്യേക താല്പര്യം, ഇന്ന സംഘടനയോട് വിരോധമെന്ന് സമസ്ത പണ്ട് മുതലേ ഇല്ല. അത് പ്രശ്നാധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാട്. അത് സമസ്തയുടെ വയലോ ആണ്. ഇന്ന ആളുകളോട് ഇന്ന രീതിയിൽ എന്നുള്ളതല്ല. വ്യക്തികൾക്ക് രാഷ്ട്രീയമാവാം, എന്നാൽ സമസ്ത എന്ന് പറയുന്ന സംഘടനക്ക് രാഷ്ട്രീയമില്ല. അങ്ങനെയല്ലേ പറ്റുള്ളൂ. അതൊരു ഒരു സ്പിരിച്വൽ. എന്നാൽ ഈ അടുത്ത കാലത്തും ഇപ്പോഴും സമസ്ത ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ വാലാണ്, അതിൻ്റെ ആലയിലാണ് എന്നുള്ള ആരോപണങ്ങൾ മുമ്പും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ വന്നതിന് ശേഷം ഈ ഒരു ആരോപണത്തിൽ പിന്നെ കുറച്ച് ആരോപിച്ച ആളുകൾ ബാക്കോട്ട് പോയിട്ടുണ്ട്. അതിന് കാരണം അതിന് ചരിത്രപരമായ ഒരു കാരണം പറഞ്ഞാല് ഇപ്പോ നിങ്ങൾ ഉദ്ദേശിച്ച ചിലപ്പോൾ മുസ്ലിം ലീഗിനെ ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം ലീഗിന്റെ ബഹുഭൂരിപക്ഷം നേതാക്കളും അനുയായികളും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായിരുന്നു. അതാണ് അതിന്റെ അടിസ്ഥാനം. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായിരുന്നു. അവർ തന്നെ സമസ്തയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. നേതൃത്വത്തിൽ സംഘടനാപരമായ ഒരു ചാർജ് അല്ലെങ്കിൽ പോലും സമസ്തയുടെ ഭാഗമായിട്ടാണ് അവരൊക്കെ പ്രവർത്തിച്ചത്. അങ്ങനെ മീഡിയകളോട് ബന്ധമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് മീഡിയകൾ ഇത്ര സജീവമല്ല. ഇപ്പോൾ കണ്ണീർ ഉസ്താദിൻ്റെ കാലത്ത് കേരളത്തിൽ എന്താണ് ഇപ്പോൾ ഒരു മീഡിയ വരുന്നത്? ഏഷ്യാനെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇവരിങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പരിഹസിക്കാറുണ്ട്, മീഡിയ മാനിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് അവരുടെ കാലത്ത് ഈ മീഡിയകൾ ഇത്ര സജീവമല്ല. സജീവമായൊരു കാലത്ത് സമസ്തയെ ഒരു ആത്മീയ സംഘടനയെ ചാനലുകൾ അങ്ങനെ സമീപിക്കുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായി കാണുകയാണ് നമ്മൾ വേണ്ടത്. കാരണം അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് നമ്മൾ കാണണം. നമ്മൾ അവഗണിക്കുകയാണെങ്കിലോ, കേരള സമാജത്തിൽ ഒരു വലിയ പ്രസ്ഥാനമായ സമസ്തയുടെ നേതൃത്വത്തെ ചാനലുകളൊക്കെ ബഹിഷ്കരിക്കുകയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ അത് പോസിറ്റീവായിട്ടാണ് സമസ്തക്കാരും കാണേണ്ടത്. മറുഭാഗത്ത് ഇപ്പോൾ മറ്റു സംഘടനകളും കാണേണ്ടത് ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഒരാളെ മീഡിയകൾ അങ്ങനെ അതൊരു വലിയ സംഭവമായി നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. മീഡിയകൾ ഉണ്ടായതുകൊണ്ട് വലിയ സംഭവമല്ല. പക്ഷേ
അവരവിടെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ അർത്ഥത്തിൽ സമസ്ത കൂടുതൽ ജനകീയമായി പോസിറ്റീവായി. കൂട്ടത്തിലൊരു വിഷയം, സമസ്ത എക്കാലത്തും ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ പറയാറുണ്ടല്ലോ, സമസ്ത ആ നിലപാട് മാറ്റേണ്ടി വരാറില്ല. സമസ്ത ഏതൊരു കാലത്തും ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുഷാവറ കൂടി നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് അത് 100% ഓക്കെ ആണല്ലോ. സമസ്ത ഭരണഘടനാനുസൃതമായിട്ടായിരിക്കുമല്ലോ നിലപാടുകൾ എടുക്കുന്നത്. ഇപ്പോൾ സമസ്തയുടെ സമ്മേളനങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രമേയങ്ങൾ, കഴിഞ്ഞ കാല സമ്മേളന പ്രമേയങ്ങൾ, അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് ആ പ്രമേയങ്ങൾ ഉണ്ടായത്. അതിലൊരിക്കലും ഇന്ന് വരെ, അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഖുതുബയുടെ ഭാഷ, വേറെയും പ്രമേയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, വളരെ ശ്രദ്ധേയമായ പ്രമേയം, അസ്രീ ജുമാ, അതൊന്നും സമസ്ത മാറ്റി പറഞ്ഞിട്ടില്ലോ. എന്നാൽ ജമാഅത്തിൽ പങ്കെടുക്കുക ഈ കാലത്ത്, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകണം, അതുകൊണ്ട് മലയാളത്തിൽ ഖുതുബ, അങ്ങനെ എടുത്ത ഒരു തീരുമാനവും സമസ്ത നേരെ മാറ്റി പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ സമസ്ത ഇവിടുത്തെ വ്യാജ ത്വരീക്കത്തുകൾ പോലെയുള്ള ആളുകൾക്കെതിരെ സമസ്ത ആലുവ തരീക്കത്ത്, ഗുരൂര് തരീക്കത്ത്, പിന്നെ വെങ്ങാട് ന്യൂരിഷ തരീക്കത്ത്, വേങ്ങാട് തരീക്കത്ത്, ഇങ്ങനെയുള്ള തരീക്കത്തുകൾക്കെതിരെ സമസ്ത എടുത്ത നിലപാട് അത് പിന്നീട് ആദ്യത്തിൽ ചിലർക്ക് അത് മറ്റുള്ള സംഘടനകൾക്ക് പോലും അത് ദൂരെ നിന്ന് നോക്കിക്കണ്ട് എന്താ സമസ്ത പറയുന്നത് നോക്കിക്കണ്ട് പിന്നീട് അത് അവരും ശരിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ആ നിലപാടൊന്നും സമസ്തക്ക് ഒരിക്കലും പുറകോട്ട്, സമസ്ത പുറംകാല് കൊണ്ട് ചവിട്ടിയാൽ, സമസ്ത കറിവേപ്പിലെറിയും പോലെ എറിഞ്ഞ ആളുകളൊക്കെ മറ്റുള്ള ആളുകളും പിന്നീട് അതിൽപ്പെട്ടതാണ് ഖാദിയാനിസം അല്ലേ. ശംസുലമയാണ് കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് നൽകിയെന്നുള്ളതാണ്. ഖാദിയാനികൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ദീനിൻ്റെ ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്താണ് അല്ലേ. പിന്നെ ഇനി സമസ്ത ഒറ്റടിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി തെറ്റാണെന്ന് മോശമാണെന്ന് ഒരിക്കലും പറഞ്ഞില്ല. ഇപ്പോൾ സമകാലിക സംഭവങ്ങളിൽ പോലും സമസ്ത എത്രയോ വർഷങ്ങളായി ചർച്ച എപ്പോഴും നടന്നുകൊണ്ടിരിക്കും, സൂക്ഷ്മതയോടുകൂടി ഒറ്റടിക്ക് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ആലുവ തരീക്കത്തിൻ്റെ വിഷയത്തിൽ കുറേ കാലം അതിന് സമിതി ഉണ്ടാക്കി ആളുകളൊക്കെ വിമർശിച്ചു, ഉള്ളിൽ നിന്ന് തന്നെ എന്താണെന്ന് പറഞ്ഞാൽ. പക്ഷെ അതിൻ്റെ കൃത്യമായൊരു നിരീക്ഷണം നടത്തി അങ്ങനെയാണ് സമസ്ത സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത്. അതുകൊണ്ടാണ് തിരുത്തപ്പെടാതെ പോയത്. ഇനി ഇവിടെ അവസാനമുണ്ട്, അതായത് നമ്മൾ സമസ്ത 100ാം വാർഷികത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു കൊല്ലത്തെ കർമ്മ പദ്ധതി, അതിൻ്റെ ഉദ്ഘാടന ഇനാഗ്രേഷൻ സമ്മേളനത്തിലൊക്കെ ഉസ്താദിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടല്ലോ. നിങ്ങൾ നമ്മുടെ ബാംഗ്ലൂർ അല്ലേ, വലിയ ജനലക്ഷങ്ങൾ സംബന്ധിച്ച ഒരു തുടക്കമായിരുന്നു അത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള മുന്നേറ്റ ജാഥ വരികയാണ്. അതോടൊപ്പം തന്നെ ഒരു കൊല്ലത്തെ കർമ്മ പദ്ധതി ഓരോ ഭാഗങ്ങളിലും സമസ്ത അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്ത, നമ്മളിപ്പോൾ സമസ്തയെക്കുറിച്ചൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് അതാണ് നമുക്ക് പറയാനുള്ളത്, 100 നാവാണ് നമുക്ക്. അപ്പോൾ ഈ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സമസ്തയുടെ പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ, അത് ഇതുവരെ എന്തൊക്കെ ചെയ്തു എല്ലാം പറഞ്ഞു തീർക്കാനുമുള്ള ഒരു സമയം അല്ലെങ്കിൽ ഇവിടെ ഇത് പരിമിതമാണ്. എന്നാലും വളരെ ഹ്രസ്വമായിട്ട് ഉസ്താദ് പറഞ്ഞാൽ സംക്ഷിപ്തമായി പറയാം. ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണ് സമസ്ത. ഒന്ന്, സുന്നത്ത് ജമാഅത്ത് എന്ന ഇസ്ലാമിൻ്റെ ആദർശത്തെ കേരളീയ മുസ്ലിം സമൂഹത്തിൽ തൊട്ടടുത്ത കർണാടകയിലും വിവിധ പ്രദേശങ്ങളിലൊക്കെ അതിനുവേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ് സമസ്തയുടെ ഏറ്റവും വലിയ 100 കൊല്ലത്തെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദൗത്യം. അത് ഒട്ടും നിസ്സാരമായ ഒരു കാര്യമില്ല. ആദർശത്തെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. സമസ്ത ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? നമ്മളത് റിവേഴ്സ് ഗിയറിൽ ചിന്തിച്ച് നോക്കും. മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ സംവിധാനവും വന്ന് ഒരു സങ്കര മുസ്ലിം സൃഷ്ടിപ്പ് കേരളത്തിലുണ്ടാവും. അപ്പോൾ അത് ചരിത്രപരമായ സമസ്തയുടെ ഈ മുന്നേറ്റമാണ് കേരളീയ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. ഉത്തരേന്ത്യൻ 80% മുസ്ലിങ്ങളുള്ള ഉത്തരേന്ത്യയിൽ ഒരു നേതൃത്വമില്ലാത്തത് കൊണ്ട് അവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് മത, സാമൂഹിക, വൈജ്ഞാനിക രംഗങ്ങളിൽ ഒരു അവബോധവുമില്ല. അപ്പോൾ നമ്മൾ ഹജ്ജിന് ഉംറക്കൊക്കെ വരുന്ന ആളുകൾ നമുക്കറിയാം, ജിദ്ദയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളോടാണ് തെൽബിയത്തിൻ്റെ വരികൾ പോലും നമ്മൾ ചെല്ലണം ഇങ്ങനെ കേട്ടിട്ട്. ഇപ്പോൾ ഇന്ന് തന്നെ ആയിഷ പള്ളിയിൽ നെഹ്റാമിന് പോയപ്പോൾ ഒരു UP-യിലുള്ള 3 ആളുകൾ വന്നിട്ട് എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നൊരവസ്ഥ. നമ്മളെ കേരളത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിലേക്ക് വരികയാണെങ്കിൽ ആദർശം രണ്ടാമത് ഇപ്പോൾ ഉസ്താദ് സംസാരിച്ചു വന്നത് പ്രാഥമികമായ മദ്രസ സംവിധാനം എന്ത് ചെയ്തു മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ ഇപ്പോൾ കുറച്ച് മറ്റ് സംഘടനകളുടെയും സംവിധാനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് സമസ്ത നടത്തിയൊരു കാര്യം നമ്മളൊരു അക്കാഡമിക്കലായി പറയണം, ഡാറ്റ വെച്ച് പറയണം. വെറുതെ നമ്മൾ സമസ്തക്കാരായതുകൊണ്ട് നമ്മളിങ്ങനെ
തള്ളി മറിച്ചിട്ട് കാര്യമില്ല. പ്രാഥമിക മദ്രസ സംവിധാന രംഗത്ത് സമസ്ത ഉണ്ടാക്കിയ ഓരോന്ന് പറയുകയാണെങ്കിലും സംക്ഷിപ്തമായ സമയം തിരിക്കില്ലോ. ഇപ്പോൾ അസ്മി സ്കൂളുകൾ പറഞ്ഞ സംവിധാനമുണ്ട്. 353 സ്കൂളുകൾ നമുക്കുണ്ട്. 26,836 സ്റ്റുഡൻസ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1,864 ടീച്ചേഴ്സ് ഉണ്ട്. അൽബിർ സ്കൂൾ 2016 സ്റ്റാർട്ട് ചെയ്തത്. അന്ന് 56 സ്കൂൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് 2025 500ഓളം 402 ഉണ്ട്. പുതിയ അപ്ഡേഷൻ എൻ്റെ കൈവശമില്ല. സ്കൂളുകളുണ്ട് 500ഓളം അൽബിർ സ്കൂളുകളുണ്ട്. 16,500 സ്റ്റുഡൻസ് ഉണ്ട്. 1,300 ടീച്ചേഴ്സ് ഉണ്ട്. ഇനി അൽബിറിൻ്റെ കീഴിൽ TTC പ്രോഗ്രാം ഉണ്ട്, കിഡ്സ് ഫെസ്റ്റ് ഉണ്ട്, ഇസ്തിക്കാമ ഖുർആൻ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇനി ട്രെൻഡ് പ്രീ സ്കൂൾ, SKSFിൻ്റെ ട്രെൻഡ് പ്രീ സ്കൂൾ 81 സ്കൂൾ നടത്തുന്നുണ്ട്. 4,377 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 255 ടീച്ചേഴ്സ് ഉണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത നടത്തിയ നവോത്ഥാനമാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ 561 റേഞ്ചുകളുണ്ട്. കേരളത്തിലും കർണാടകയിലും ലക്ഷദ്വീപിലും ഗൾഫ് സെക്ടറിലുമായിട്ട് 10,936 പുതിയ അപ്ഡേഷൻ ആഡ് ചെയ്യേണ്ടി വരും. എന്തായാലും ഒരു 11,000-ഓളം മദ്രസകളുണ്ട്. മദ്രസ വിദ്യാർത്ഥികൾ ജനറൽ മദ്രസയിൽ 10,65,210 കുട്ടികൾ പഠിക്കുന്നുണ്ട്. സ്കൂൾ മദ്രസയിൽ 75,337 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഗൾഫ് മദ്രസയിൽ 3,531 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ആകെ 11,44,000 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിൽ ഇപ്പോൾ നമ്മൾ മുഅല്ലിമീങ്ങളെ ലിസ്റ്റ് വന്നിട്ടില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊന്ന് ഓർമ്മപ്പെടുത്തണേ. മുഫത്തിഷുമാർ 111 മുഫത്തിഷുമാരുണ്ട്. 4 കാരികളുണ്ട്, 4 ട്യൂട്ടർമാരുണ്ട്, 5 ഓർഗനൈസർമാരുണ്ട്, 9 മുജവ്വിദുമാരുണ്ട്. ഉസ്താദ് ചോദിച്ച ചോദ്യം, MSR എടുത്ത മുഅല്ലിമീങ്ങൾ 1,02,435 ഉണ്ട്. MSR ഉള്ള റെക്കോർഡിൽ MSR എടുക്കാത്ത അധ്യാപകർ വേറെ ഉണ്ടാവും. ഫാദില ഫദീല എന്ന് പറഞ്ഞ ഒരു കോഴ്സ് സമസ്ത ആരംഭിച്ചു. അതിൽ ടോട്ടൽ 89 കോളേജ് ഉണ്ട്. 3,800 വിദ്യാർത്ഥികൾ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 500ഓളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ SNEC ദേശീയ വിദ്യാഭ്യാസ പദ്ധതി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമീപകാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ പദ്ധതി 40-ലധികം കോളേജ് ഉണ്ട്. പുതിയ അപ്ഡേഷൻ അല്ല ഞാൻ പറയുന്നത്, പഴയ റെക്കോർഡാണ്. SNEC എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറഞ്ഞ കാലത്തായിട്ടുള്ളൂ. എത്ര വർഷമായി ഉണ്ടാവും? ഒരു 5 വർഷത്താഴെയുള്ള 2,000 പെൺകുട്ടികളും 1,000 ആൺകുട്ടികളും 250 ടീച്ചേഴ്സും ഉണ്ട്. ഇനി ഈ മദ്രസ നമ്മുടെ പ്രവർത്തകന്മാർക്ക് പോലും ചിലപ്പോൾ ഇല്ലാതെ അറിവില്ലാത്തൊരു സംവിധാനം. 31 വേൾഡ് കൺട്രീസിൽ, ലോക രാജ്യങ്ങളിലുള്ള കുട്ടികൾ, അത് കേൾക്കുന്നവർ പറയും ഇത് ഭയങ്കര തള്ളലാണ്. നിങ്ങൾ ചേളാരിയിലെ സംസ്ഥ ആസ്ഥാനത്ത് കൃത്യമായ ഒരു ലിസ്റ്റ് കിട്ടണമെങ്കിൽ സംസ്ഥയുടെ മാനേജർ, നമുക്കറിയാം, എൻ്റെ നാട്ടുകാരനാണ്, വെബ്സൈറ്റ് പരിശോധിച്ചാൽ അറിയാം. നമ്മളെ മോട്ടി മാസ്റ്റർ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡാറ്റ നമുക്ക് തരും. ഏത് സമയത്തും അവൈലബിൾ ആണ്, അദ്ദേഹം പറയാറുണ്ട്. അതായത് നമ്മൾ ഈ ഹോട്ടലിൻ്റെ റൂം എഴുതിയ മാതിരിയല്ല. ഇപ്പോൾ ചില നമ്മൾ താമസിക്കുന്ന പോലെ ഹോട്ടൽ 365 മുതൽ ചിലപ്പോൾ ആരംഭിക്കും. അങ്ങനെയല്ല, കൃത്യമായി ഡാറ്റ അവൈലബിൾ ആണ്. നമ്മൾ ആരെങ്കിലും മോശക്കാരാക്കി പറയില്ല. നമ്മൾ നമ്മുടെ ആപ്പിൾ നല്ല എന്ന് പറയാനല്ലോ, മറ്റു മോശമെന്ന് പറയേണ്ട കാര്യമില്ല. ഇത് കൃത്യമാണ്. ഇത്രയേറെ സാമ്പത്തിക സംവിധാനം ഉണ്ട് ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്ത്. ഒരുപക്ഷെ വിദേശ നമുക്ക് കൃത്യമായി അറിയാത്തതുകൊണ്ട് ഞാൻ ആരോപിക്കുന്നില്ല. അവരുടെ പ്രബോധനത്തിനൊക്കെ വിദേശ ഫണ്ടിങ് ഉണ്ടാവും. സമസ്തക്ക് അങ്ങനെ തീർച്ചയായിട്ടും അവരുടെ പ്രബോധനത്തിന് ഫണ്ടിങ് ഉണ്ട്. എന്നിട്ട് പോലും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പിന്നെ പ്രവർത്തനത്തിന് സൗദിയിൽ നിന്ന് തന്നെ പ്രത്യേക ഫണ്ടുണ്ട്, ഖത്തറിന്റെ കെയർ ഓഫിൽ ഫണ്ടുണ്ട്. സമസ്തക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ഫണ്ടും ഇല്ല. സാധാരണക്കാരുടെ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ അടുത്ത് എത്തിയിട്ടില്ല. ശരിക്കും ആദ്യം ഉണ്ടാക്കിയത് അവരല്ലേ, സംഘടന സംവിധാനമൊക്കെ. അപ്പോൾ സമസ്തയുടെ ഈ ഉസ്താദ് ചോദിച്ച ചോദ്യത്തിന്